ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാരും അതുപോലെ പണ്ട് കാലത്തിലുള്ള അച്ഛനമ്മമാരുടെയും കാര്യമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ അമ്മയെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം കേട്ടോ. ഒരു സർവകലാ വല്ലഭ എന്ന് പറയുന്ന രീതിയിൽ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരാളായിരുന്നു എൻ്റെ അമ്മ കേട്ടോ. നന്നായി പാട്ട് പാടും, ചിത്രം വരയ്ക്കും. അതുപോലെ തന്നെ അമ്മയ്ക്ക് തുന്നലുകൾ, അതായത് ഉടുപ്പുകളും ജാക്കറ്റുകളും ഇതൊക്കെ തുന്നണത് മാത്രമല്ല, സ്വെറ്ററൊക്കെ തുന്നണത് അങ്ങനെ തുന്നും. അതുപോലെ തന്നെ വയറുകൊണ്ട് കസേരകൾ നെയ്യും, ബാഗ് ഉണ്ടാക്കും, വെൽക്കം ബോർഡുകൾ ഉണ്ടാക്കും മുത്തുകൾ വെച്ചിട്ട്. അതുപോലെ തന്നെ പേഴ്സുകൾ, ബാഗുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എപ്പോഴും, ആ ഒരു കഴിവ് എനിക്കോ എൻ്റെ അനിയനോ കിട്ടിയിട്ടില്ല. അമ്മയുടെ ഒരു കഴിവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ചിട്ടയായും, അതുപോലെ ഒരു സാമ്പാർ വയ്ക്കാച്ചാലും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കുറവുണ്ടെങ്കിൽ അത് സാരിൽ നിന്ന് ഇങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കും. പക്ഷെ അമ്മ അങ്ങനെയല്ല കേട്ടോ. ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന രീതിയാണെങ്കിൽ പോലും എല്ലാ സാധനങ്ങളും ഒത്തിട്ട് മാത്രമാണ് അമ്മ ചെയ്യാട്ടോ. അങ്ങനെ ഓരോ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് കേട്ടോ. അപ്പോൾ കറികളാണെന്നുണ്ടെങ്കിലും 100 പേർക്കൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ഒന്നും അറിയാത്തൊരു വ്യക്തി തന്നെയായിരുന്നു എൻ്റെ അമ്മ. കാരണം സ്കൂൾ കാലഘട്ടവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പണ്ടത്തെ തറവാട് എന്ന് പറയുമ്പോൾ ഏക്കർ കണക്കിന് ഭൂമിയും അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടും അതുപോലെ തന്നെ തോട്ടം തിരിക്കലും പാടവും കൊയ്ത്തും എല്ലാം ഉള്ളൊരു വീട് തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ തന്നെയാണ് എൻ്റെ അമ്മ കഴിഞ്ഞു വന്നത്. പക്ഷേ അമ്മയ്ക്ക് അച്ഛൻ്റെ സ്നേഹമോ ലാളനയോ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അതൊരു കഥയാണ്. അപ്പോൾ എന്നാലും എൻ്റെ മുത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു കേട്ടോ. മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ യോഗം ഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ജീവിതം കൊണ്ട് ഓരോരുത്തരും ജീവിതത്തിൽ നിന്ന് നമുക്ക് യോഗങ്ങളും അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ വിധി എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, നമുക്ക് അനുഭവിക്കാതെ നമ്മൾ അനുഭവിച്ച് പോകേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അന്ന് ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡൊക്കെയാണ്. എൻ്റെ അമ്മ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡൊക്കെ പാസ്സായി. അന്നത്തെ കാലത്ത് അത് മതി ജോലി കിട്ടാനായിട്ട്. അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് മലപ്പുറം ജില്ലയിലൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ അമ്മ വീട്ടിലാണ്. അപ്പോൾ അമ്മയുടെ മുത്തച്ഛൻ പറഞ്ഞു, ഇത്ര ആ സമയത്തൊന്നും മലപ്പുറം ഏരിയയിലേക്ക് നമ്മളതിനെ വിടില്ല, ഹിന്ദുക്കളെ കൂടുതലായിട്ട് വിടുന്ന ഏർപ്പാടില്ല. അങ്ങനെ അമ്മയ്ക്ക് കിട്ടിയ ജോലി നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ വേറൊരു ജോലി കിട്ടി. അപ്പോൾ ദൂരസ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടില്ല. അങ്ങനെയൊക്കെ ആയി. പക്ഷേ അമ്മയുടെ ചെറിയമ്മ അവരുടെ പഠനകാലം കഴിഞ്ഞതുപോലെ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ചു. അവർ കല്യാണം കഴിച്ചത് ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ബോംബെയിലേക്ക് അവർ പോയി. അമ്മയുടെ ചെറിയമ്മ പോയി. അവരും പിന്നീട് അവരുടെ മക്കളും എല്ലാവരും അവിടെ തന്നെയായിരുന്നു. അപ്പം നമ്മുടെ തറവാട്ട് വീട്ടിൽ എൻ്റെ അമ്മാവന്മാരുണ്ട്. അമ്മാവന്മാരൊക്കെ അതുപോലെ ഓരോ ജോലി സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഒരു അമ്മാവൻ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിലേക്ക് വരും. അതുവരെ ഞാനും അമ്മയും അതുപോലെ എൻ്റെ അമ്മൂമ്മയും പിന്നെ എൻ്റെ അനിയൻ ഉണ്ടായ ശേഷം എൻ്റെ അനിയനും അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ് കൂടുതലായിട്ട് നിന്നേക്കുന്നത്. ഞാൻ പിന്നെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് വരിക കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സർവകലാവല്ലഭയായ അമ്മയുടെ ഒരു കഴിവും എനിക്കും അനിയനും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അമ്മേനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, പെൻഷൻ മേടിച്ചിരിക്കേണ്ട ആളാണ് അമ്മ, അപ്പോൾ അതാണ് യോഗം. പ്രജി കളിയാക്കി യോഗം വേണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മയുടെ കഴിവ് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നോക്കി പഠിക്കാനുള്ള പോലെ ഒരു ഇതും കൂടി നമ്മൾക്ക് ഉണ്ടായില്ല. അപ്പോൾ ഇവ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ പറയാൻ പറ്റില്ല, അമ്മയുടെ പാട്ട് പാടുന്ന കഴിവ് ചിലപ്പോൾ ഇവയ്ക്ക് കിട്ടിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് അച്ഛനും അമ്മയ്ക്കും നമ്മുടെ മക്കളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനായിട്ട് കൊണ്ടു നടക്കാനോ ആ കാലഘട്ടത്തിൽ ആർക്കും അറിവില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തിൽ മക്കളെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ അവർക്ക് മക്കളുണ്ടാകുമ്പോൾ അവരുടെ കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പഠിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും മുന്നിട്ടിറങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പ്രജിയുടെ ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെ ഞങ്ങൾ വിളിക്കുക. കണ്ണൻ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ കണ്ണൻ പറഞ്ഞു, അപ്പോൾ എനിക്കെന്താ ഉണ്ടായത്, ഞാൻ നന്നായി വരയ്ക്കും, പക്ഷേ എൻ്റെ അച്ഛനമ്മ നാട്ടിലില്ല. അവർ രാജസ്ഥാനിലാണ് ഉണ്ടായിരുന്നത്. അവർ ഗവൺമെൻറ് സർവീസിൽ അവിടെ രാജസ്ഥാനിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഇവരെ കുട്ടികളെ കൊണ്ട് പ്രായമായപ്പോൾ നാട്ടിലേക്ക് ആക്കി, തറവാട്ടിലേക്ക് ആക്കി കേട്ടോ.
അപ്പോൾ അച്ഛനമ്മയും നാട്ടിലില്ല, അവർക്ക് അതുകൊണ്ടത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ കഴിവും മുരടിച്ചു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശരിയാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പണം ചിലവാക്കിയിട്ട് അധികം ഇപ്പോൾ ഇതുമാതിരിയുള്ള കഴിവുകളൊന്നും ഇല്ലാത്ത കുട്ടികളെ പോലും എത്രമാത്രം പണം ചിലവാക്കിയിട്ടാണ് TV ഷോകളിലും അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളിലും ഒക്കെ പങ്കെടുപ്പിക്കാനും കാര്യങ്ങൾക്കും, അതുപോലെ ഓരോ പ്രോഗ്രാമിനും, അതുപോലെ തന്നെ ഓരോ ചെണ്ടയായിക്കോട്ടെ, അതുപോലെ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ബാക്കിയുള്ള ഏതെങ്കിലും ഉപകരണങ്ങളായിക്കോട്ടെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തി ഫീസൊക്കെ കൊടുത്ത് ചേർത്തുന്നുണ്ട്, കൊണ്ടുപോയി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, പഴയ കാലഘട്ടം അങ്ങനെയാണ് അല്ലേ. അപ്പോൾ എത്രയോ ആൾക്കാരുടെ, എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ എടുത്തിട്ടൊന്നും മാത്രം, പക്ഷേ എത്രയോ പേരുടെ കഴിവുകൾ മുരടിച്ച് പോയിട്ടുണ്ടെന്നറിയോ പണ്ടത്തെ കാലത്ത്. പക്ഷെ അവരുടെ ആ കഴിവുകൾ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന കഴിവുകൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇല്ല, ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല. എന്നാലും ഇന്നത്തെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവരവരുടെ അച്ഛനമ്മമാരതിനായിട്ട് പ്രയത്നിക്കുന്നത് അല്ലേ. അപ്പോൾ കാലഘട്ടങ്ങളിലെ വ്യത്യാസങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ചെറുതായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടീനെ പോലും ഡ്രോയിങ്ങിന് കൊണ്ടുപോയി ചേർക്കുന്നവരുണ്ടാവും. പക്ഷേ അന്നത്തെ കാലത്ത് ഇവരൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങൾ, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ വരച്ച ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ നെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കസേരകളായിക്കോട്ടെ, ചാരു കസേര, അതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുണ്ടാക്കും, ഓവൽ ഷേപ്പിൽ, അങ്ങനെയൊക്കെ ഓരോന്നും ഇന്നും അത് നമ്മുടെ വീടുകളിൽ ഞങ്ങളത് ഒരു ഓർമ്മയ്ക്കായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കളഞ്ഞില്ല, അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ വെൽക്കം ബോർഡ് മുത്തുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട്. അതുപോലെ തന്നെ ഈ ചുവപ്പ്, വെള്ള, പച്ച അങ്ങനത്തെ വയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പം ഞങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ട് എങ്കിലും ഞാനും പ്രജിയും പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ, പഴയ വീട്ടിൽ പോയിട്ട് ആ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു തരാം, അമ്മോട് വീണ്ടും തുടങ്ങാനായിട്ട് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് ഓർമ്മ കിട്ടണില്ല തുടക്കത്തിൽ. ചിലപ്പോൾ ചെയ്തു തുടങ്ങിയാൽ കിട്ടുമായിരിക്കും. പിന്നെ ഇപ്പോൾ ലേശം മടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം മടിയുണ്ട്, ഓരോന്നും നമ്മൾ നിർബന്ധിച്ച് ചെയ്യണം. മറ്റേത് വിഷ്ണു സഹസ്രനാമം, ദേവി മഹാത്മ്യമൊക്കെ രാവിലെ തന്നെ വായിക്കുന്ന ആൾ ഇപ്പോൾ അതൊക്കെ ഒത്തിരി മടിയാണ്, മറന്ന പോലെയാണ്. പിന്നെ എന്നും ഹോസ്പിറ്റൽ കേസല്ലേ, അപ്പോൾ അതിലും ഒരു മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ പഴയ കാലഘട്ടത്തിലെ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ആ കുട്ടികളുടെ കഴിവിനെ തിരിച്ചറിയുന്നതിനും അച്ഛനമ്മമാർക്ക് വിവരമില്ലാതെയാണോ അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതാണോ, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിവില്ലാത്ത കുട്ടികളെ പോലും പ്രോത്സാഹിപ്പിക്കാനും അതിനുവേണ്ടി പണം മുടക്കാനായിട്ടും അച്ഛനമ്മമാർ ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അച്ഛനമ്മമാരാച്ച എത്ര ഉയരങ്ങളിൽ എത്തേണ്ട ആൾക്കാരുണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാനിതിന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുമ്പോൾ എത്ര പേർക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ളവർ അവരുടെ അച്ഛനമ്മമാരുടെ ഈ കഴിവുകൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്ക് തോന്നണില്ലേ, എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. കുറച്ചും കൂടി മുൻപായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനും പ്രജിയും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് വന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ടായത്. ഇല്ലെങ്കിൽ അത് നമുക്ക് പൊടി തട്ടിയെടുത്ത അമ്മയ്ക്കും ഓർമ്മക്കുറവിനൊരു കുറവുണ്ടായിരിക്കും. അമ്മയും എന്തെങ്കിലും എൻഗേജഡായിട്ടിരിക്കുമ്പോൾ ബാക്കി എപ്പോഴും അസുഖങ്ങളാണെന്നുള്ള തോന്നലിനൊരു മാറ്റം ഉണ്ടായിരിക്കാം. ഞങ്ങൾക്കും അത് കണ്ടു പഠിക്കാമായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമം അതാണ് കേട്ടോ. ഞങ്ങൾക്കും അത് കണ്ടു പഠിക്കാമായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. കാരണം തയ്യൽ മെഷീൻ്റെ മുകളിൽ തിന്നണതല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള കഴിവുകൾ ഞങ്ങൾക്കും ഒന്ന് കണ്ടു പഠിക്കാമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ കഴിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മളും സ്വയം ഉണ്ടാക്കുന്നതല്ല, നമ്മുടെ ഭാവനയിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെന്നാ പറയുക അതിനെ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളവർക്കാണ് ഈ ഒരു കഴിവുകളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അല്ലാത്തവർക്കില്ല. കാരണം അത് നമ്മൾ ആലോചിച്ച് ചെയ്യാനുള്ളൊരു കഴിവ് വേണം, അതിനൊരു ബുദ്ധി വേണം, അതുള്ളവർക്കാണ് അത് കിട്ടുള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.